ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഫാൻസി ഡ്രസ് പ്രോഗ്രാമിന് വേണ്ടി റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പോളിക്കോട്ടൺ ഗ്രീൻ കളർ നമുക്ക് തുണി എടുക്കാം. അതിനുശേഷം നമുക്ക് അതിനൊരു ബേസ് കൊടുക്കാനായിട്ട് ഒരു വൈറ്റ് ക്യാൻവാസും എടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രിസ്മസ് ട്രീയുടെ ലെങ്ത് എപ്പോഴും കുട്ടിയുടെ അല്ലെ പ്രോഗ്രാം കോമ്പറ്റീഷനുള്ള ആളുടെ ലെങ്തിന് അനുസരിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൽ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം മുന്നോട്ട് വരയ്ക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീയുടെ ടോപ്പ് എൻഡ് കുട്ടിയുടെ കഴുത്ത് വരെ എന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അന്നേരം ഈ ഫസ്റ്റ് ആ ഒരു വി ഷേപ്പ് വന്നേക്കുന്ന കഴുത്തിൻ്റെ അവിടെയായിരിക്കും വരുന്നത്. അതനുസരിച്ച് ബാക്കിയെല്ലാം 17 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് താഴോട്ട് വരച്ചേക്കുന്നത്. എന്നിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് 8 സെൻറ്റിമീറ്റർ അകത്തോട്ടാണ് ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലാണ് ചെയ്തേക്കുന്നത്. അതനുസരിച്ച് ചെയ്താൽ മതി. നല്ലൊരു ക്രിസ്മസ് ട്രീ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്കൂൾ പ്രോഗ്രാംസിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഇപ്പോൾ ഏകദേശം നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഔട്ട്ലൈൻ ഇവിടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളിക്കോട്ടൻ്റെ തുണി ഇവിടെ വെച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പോർഷൻ ട്രേസ് ചെയ്തെടുക്കുക. അതിനായിട്ട് നമ്മൾ പിന്നുകൊണ്ട് ഫുള്ളായിട്ട് ഒരു മൂമെൻറ്റ്സും പിന്നീട് അതിനകത്ത് വരാത്ത രീതിയിൽ പിന്ന് വെച്ച് ടൈ ചെയ്തതിന് ശേഷം മാത്രം ട്രേസ് ചെയ്യുക. ഒന്നുകിൽ എന്തെങ്കിലും മാർക്കർ വെച്ച് ട്രേസ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. പക്ഷേ ഒരിക്കലും ആ ഒരു ക്യാൻവാസ് ഒരിക്കലും മൂവ് ചെയ്യരുത്. ഏറ്റവും ടോപ്പായിട്ടുള്ള പോർഷൻ നല്ല ഷാർപ്പായിട്ട് തന്നെ വെട്ടാൻ ശ്രദ്ധിക്കുക. അതേപോലെ ബോട്ടം പോർഷൻ കുറച്ച് ഇലാങ്ങേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മടക്കി വേണമെങ്കിലും അടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് 2 പോർഷൻ ക്യാൻവാസിന് കാണാത്ത രീതിയിൽ 2 പോർഷനും മറഞ്ഞ് ഇരിക്കാനായിട്ടും നമ്മുടെ ട്രീ ഫുൾ ഗ്രീൻ ആയിട്ട് കളറായിട്ട് കാണാനായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുണി മടക്കിയപ്പോൾ നടുക്കൂടെ മടക്കി ആണ് ട്രേസ് ചെയ്ത് വെട്ടിയിട്ടുള്ളത്. അതിനുശേഷം അത് നമുക്ക് മെഷീനകത്ത് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ നമ്മൾ പിൻ ചെയ്ത് നല്ല വൃത്തിക്കിടുക. എന്നിട്ട് മെഷീനകത്ത് തയ്ച്ചെടുത്തിട്ട് എക്സസ് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ചെയ്തേക്കുന്നത്. സൈഡ് പോർഷൻ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അത് തിരിച്ചിട്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവിടെ ലോക്ക് ചെയ്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാറാണ്. സ്റ്റാർ കുട്ടിയുടെ മുഖത്തിൻ്റെ അളവിൻ്റെ ഷേപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അളവ് എടുത്തതിന് ശേഷം സ്റ്റാർ നമ്മൾ മാർക്കർ വെച്ച് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് ട്രീക്ക് ചെയ്തതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്റ്റാർ പോർഷൻ്റെ അകത്ത് നമ്മുടെ മുഖം ഇറക്കി വെക്കുന്നത് കൊണ്ടാണ് അത് നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതിനുശേഷം പോളിക്കോട്ടൻ്റെ ഗോൾഡൻ ക്ലോത്തിലോട്ട് നമ്മൾ ഈ സ്റ്റാർ പ്ലേസ് ചെയ്തതിന് ശേഷം അത് അതിനകത്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. കുറച്ച് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അത് പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ മുഖത്തിൻ്റെ അളവ് ഒന്നും കൂടി എടുത്തതിന് ശേഷം മുഖഭാഗം കട്ട് ചെയ്യുക. ശേഷം സ്റ്റാർ നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് കണക്ട് ചെയ്യുക. അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചോ കൈത്തയ്യൽ ചെയ്താൽ മതി. ശേഷം നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീയെ ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മേരി ക്രിസ്മസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് സൈഡ് പോർഷൻ എപ്പോഴും റെഡ് കളർ വെച്ച് അലങ്കരിക്കുന്നതായിരിക്കും ബെറ്റർ. ഫൈനൽ റിസൾട്ട് സൂപ്പറാണ്, കണ്ടുപോകും. നമ്മുടെ ലിറ്റിൽ ചാമ്പ് ഡേവിഡ് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇട്ടത് കാണാം. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എപ്പോഴും റെഡ് കളർ ടോപ്പ് ഇടുന്നതും ബോട്ടം പോർഷൻ ബ്രൗൺ കളർ ഇടുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ കുട്ടികൾക്ക് എനിക്കിതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് ആ മുഖം വന്നതാണ്. അത് കുറച്ച് ടൈറ്റായിപ്പോയി ഡേവിഡിന്. അങ്ങനെ സ്റ്റാർ കൊടുക്കുന്നതിന് പകരം ഒരു ബാൻഡ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പിന്നീട് എനിക്ക് തോന്നി. ഞങ്ങളുടെ ക്രിയേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോ കാണാനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ വിത്ത് അനദർ വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.